ആകെപ്പാടെ കുഴഞ്ഞൊരു കുടുംബതയാണല്ലോ നിങ്ങളുടെ. മകള് വേറൊരു ബന്ധത്തിൽ ഗർഭിണിയാകുക, എന്നിട്ട് ഗർഭിണിയായ മകളെ മരുമകന്റെ തലയിൽ കെട്ടിവെക്കുക. മരുമകള് മകനെ ഉപേക്ഷിച്ചൊരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോവും. എന്നിട്ട് കുഞ്ഞിന്റെ അവകാശവാദത്തിൽ തർക്കവും. കേൾക്കാൻ കൊള്ളാം, പക്ഷേ ഇതൊന്ന് പരിഹരിക്കണമല്ലോ. വേണം സാർ. സാറേ, എന്റെ മോളെ പിടിച്ചു വെക്കാൻ ഇവർക്ക് യാതൊരു അവകാശവും. പ്രത്യേകിച്ച് ഹരി എന്ന ഈ മനുഷ്യനായിട്ട് ഇവൾക്ക് യാതൊരു രക്തബന്ധവുമില്ല. വേറൊരു തരത്തിലുള്ള ബന്ധവുമില്ല. സാറേ, രക്തബന്ധം മാത്രമല്ലല്ലോ സാറേ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം. കല്യാണി ദേ ഇവനെ വിളിക്കുന്നത് അച്ഛാനാ. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് അവര് പഠിക്കും. അതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചതല്ലേ? ആ മതി മതി, ചോദിക്കാനുള്ളതൊക്കെ ഞാൻ ചോദിച്ചോളാം. മിസ്റ്റർ ഹരി, എന്താ നിങ്ങളുടെ നിലപാട്? സാറേ ഈ കുഞ്ഞിനോട് ചോദിക്കാൻ. ഒരു കാരണവശാലും ഞങ്ങളെ വിട്ടുപോകാൻ ഈ കുഞ്ഞൊരുക്കമല്ല. അത് നിയമപ്രകാരമുള്ളൊരു മറുപടി അല്ലല്ലോ ഹരി. ഇത് വെറും വൈകാരികത മാത്രം. അതെനിക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഒരു പെൺകുഞ്ഞിന്റെ അവകാശവാദ തർക്കത്തിൽ അമ്മയുടെ വാദ കോടതി കേൾക്കുക. നിയമം അതിൻ്റെ കൂടെ നിൽക്കും. സോ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾ അവരുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നതല്ലോ. കൊടുക്കാം സാറേ. എടാ, നീ എന്തോ ഈ പറയുന്നേ? വിട്ടുകൊടുക്കാം അമ്മാവാ. എടാ, അമ്മയ്ക്ക് പകരം മറ്റൊന്നും ആവില്ലല്ലോ. ഇവക്ക് അമ്മയുണ്ടാവട്ടെ. അപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. കഴിഞ്ഞില്ല സർ. കുഞ്ഞിനെ ഇപ്പൊ തന്നെ എന്റെ കൂടെ വിടണം. തിരിച്ചവര് കുഞ്ഞിനെ കൊണ്ടുപോയാല് വേറെ എന്തെങ്കിലും കുതന്ത്രം ഉപയോഗിച്ച് കുഞ്ഞിനെ സ്വന്തമാക്കാൻ നോക്കും. എനിക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ വച്ച് ഇപ്പൊ കൈമാറാൻ എന്നെ ഞാൻ പറഞ്ഞത്.